വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാൽ സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടും. കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനം വകുപ്പിനില്ലെന്നും വിമർശനം. ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ. നിഷ്ക്രിയത്വം തുടരുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് രാഹിത്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും. നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയേക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ജനങ്ങളാണ് ഈ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കിരയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്, അതിരൂക്ഷമായ നിശ്ചിതമായ വിമർശനം, പരിഹാസം, അതാണ് ഇപ്പോൾ പാംബ്ലാനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ? നേരത്തെയും വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനവും ഒപ്പം പരിഹാസവും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ 107ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ പരിപാടിയിലായിരുന്നു അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും പറയുന്നത്, ഇനി മുതൽ ഇത്തരത്തിൽ ഈ ഫോറസ്റ്റ് ഓഫീസർമാർ ഇത്തരം പരിശോധന എന്ന നിലയ്ക്ക് കൃഷിയിടങ്ങളിലേക്കോ വീടിൻ്റെ അടുക്കളയിലേക്കോ കയറാൻ അനുവദിക്കില്ല. കൃത്യമായി കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിശോധനകൾ അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല, തങ്ങളുടെ കൃഷിയിടങ്ങളും തങ്ങളുടെ ജീവനും നഷ്ടപ്പെടുന്നത് സർക്കാർ നോക്കി നിൽക്കുകയാണെന്നുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിന് വലിയ തരത്തിലുള്ള പരിഹാസവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഭേദം ഇത്തരത്തിൽ ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറയുന്നതാണെന്നടക്കമുള്ള പരിഹാസവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം നിഷ്ക്രിയത്വം തുടരുന്ന സർക്കാരാണെന്നും വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ നീണ്ട വിമർശനം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു 5 മിനിറ്റോളം എടുത്തുകൊണ്ടുള്ള വിമർശനമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയും വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വിവിധ ഇടങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വനം വകുപ്പ് ശ്രമിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം പ്രസംഗത്തിൽ നടത്തുന്നുണ്ട്. ലക്ഷ്മി പത്മ. അജിത് ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.